ഹായ് നമസ്കാരം. ഞങ്ങൾ രണ്ടും ഇന്ന് നിൽക്കുന്നത് പീച്ചി ഡാമിൻ്റെ ബസ് സ്റ്റോപ്പിലാണ്. കണ്ടില്ലേ, ഇവിടെയാണ് പീച്ചി ഡാമിലെ ബസ് വന്ന് നിൽക്കുന്ന സ്ഥലം. ഇന്ന് പീച്ചി ഡാമിൽ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ട്. പിന്നെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ വിസിറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ഇവിടെ രണ്ടുപേരും പാടുന്നുണ്ട്. നമുക്ക് അവരോട് അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കാം. അപ്പോൾ ഞാൻ ഈ ബീച്ചിൽ വന്നപ്പോൾ കണ്ട ഒരു ഇതാണ്, നല്ല പാട്ട് കേട്ടു. പാട്ട് കേട്ടപ്പോൾ ഇവരെ കുറിച്ച് അന്വേഷിച്ച് ഇവരെൻ്റെ അയൽവക്കത്തുള്ളവരാണ്. ഞാനിവരെ യാദൃശ്യമായിട്ടാണ് കാണുന്നത്. ഒരു യൂബി ചുവന്നവൻ്റെ യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ട്. ഇവരെ എനിക്കിന്നവർ നേരിട്ട് കാണാൻ സാധിച്ചു. ചേട്ടാ പേരെന്താ? നല്ലൊരു കേട്ടെ. എന്താ ചേട്ടാ പേര്? രാജേഷ് എന്നാണ്. എവിടെ വീട്? ഞാൻ ജനിച്ചു വളർന്ന തൃശ്ശൂർ ജില്ലയില് വെള്ളാങ്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇരിങ്ങാലക്കുടയ്ക്കും കൊടുങ്ങല്ലൂരിനടുക്ക് വെള്ളാങ്കല്ലൂർ. ഓക്കെ. പിന്നീട് 1976 ഞാൻ എന്റെ ശരിക്കുള്ള ജന്മം. 1974. എവിടെയാണ് ശരിക്കുള്ള സ്ഥലം? വെള്ളാങ്കല്ലൂര്. വെള്ളാങ്കല്ലൂർ അല്ലേ? ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂര്. ഓക്കെ. പിന്നെ വന്നിട്ട് ഒരു 1982 മുതൽ 1 മുതൽ കോഴിക്കോട് 7 വരെ, അതായത് 1982 മുതൽ 89 വരെ, 7ാം ക്ലാസ് വരെ അവിടെ. പിന്നെ തിരിച്ചു വന്ന് പറയണത് കുന്നംകുളത്ത് 1991 8 മുതൽ 10 വരെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 94 കഴിഞ്ഞപ്പോ ഞാൻ സംഗീത കോളേജിൽ ചിറ്റൂര് കുറച്ച് പഠിച്ചിട്ടുണ്ട്. സംഗീതം പഠിച്ച സമയത്ത് അങ്ങനെ ഒരു കുറച്ച് വേക്കൻസി ഉണ്ടായിരുന്ന സമയത്ത് ഈ കാഴ്ചയില്ലാത്തവരുടെ അനുസരിച്ച് കിട്ടുന്നതാണ്. അതായത് RPD ആക്ട് 95 പ്രോഗ്രാം സ്റ്റഡീഡ് ദ ബ്ലൈൻഡ് കോപ്പറേറ്റീവ്സ് ഇൻ ദ verification. How many years you doing duty there? I'm singing in the singing, only singing. Okay. How many years? I'm 51 years. 51 years. Okay. Now going on, what is your age? Yeah, your age? 51. 51. Okay. അപ്പോഴേ ഇതായത് അങ്ങനെ ചിറ്റൂര് കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് പിന്നെ തുറന്ന് സംഗീതം പഠിക്കാനായിട്ട് ഒത്തില്ല. ഒരു കൊല്ലം മുഴുവൻ നിന്നില്ല. ഇതിനിടയ്ക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. കോളേജിൽ വെച്ച് റാഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാഴ്ചയുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. ചിറ്റൂര് മ്യൂസിക് കോളേജോ? അതെ. എത്ര വർഷം അവിടെ പഠിച്ചു? ഒരു കൊല്ലം പഠിച്ചില്ല. റാഗിങ്ങും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് പഠിച്ചില്ല. ഒരു കൊല്ലം മുഴുവൻ പഠിച്ചില്ല. വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഒരു ഭാഗ്യലത എന്ന് പറഞ്ഞ ടീച്ചറായിട്ട് ഇരിങ്ങാലക്കുട എടുത്ത്. അവിടെ പാണ്ടിമഠ സമൂഹം അറിയാമോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അപ്പോ ഈ താങ്കളുടെ റിലേറ്റീവ്സ് ബന്ധുക്കളായിട്ട് ആരൊക്കെ ഉണ്ട്? ഉണ്ടെന്ന് പറയാം, ഇല്ലെന്ന് പറയാം. അതല്ലേ, അത് പോട്ടെ. അതെ, താങ്കളുടെ പത്നിയാണല്ലോ ഇരിക്കുന്ന അടുത്തല്ലേ? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 16 വർഷമായി. അപ്പൊ ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാ? എന്ന് പറഞ്ഞ സ്ഥലം. സന്തോഷം ചേട്ടാ. ചേച്ചിയുടെ പേര് ചേച്ചി? സുനിത അല്ലേ? ചേച്ചിക്ക് എന്താ ഫിസിക്കലി ഒരു കുഴപ്പമില്ലല്ലോ? കാഴ്ചയോടുണ്ടോ? എത്ര % ബ്ലൈൻഡ്? 100% ബ്ലൈൻഡ്. അപ്പൊ ഒട്ടും കാണത്തില്ല. 100% പറയുമ്പോൾ ഒട്ടും നേരി വരച്ച് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ആ കണ്ണിന് ഓപ്പറേഷൻ ഒന്നും കഴിച്ചില്ലേ? അല്ല, ഈ കണ്ണിന് ഓപ്പറേഷൻ കഴിക്കുകയാണെങ്കിൽ എന്തോ പിത്തോ ഫിസ്കിന്റെ അല്ല പിക്സിന്റെ പിക്സിന്റെ അതെങ്ങനെ ഇടയ്ക്ക് വരുമോ? അതോ ഗുളിയമ്മ നിർത്തി അല്ലേ? അപ്പൊ ഗുളിയമ്മ മുടക്കരുത് കേട്ടോ. കാരണം ചേട്ടനൊരു കൈത്താങ്ങായിട്ട് ചേച്ചി മാത്രമേ ഉള്ളേ. പിന്നെ വീടിന്റെ പണിയൊക്കെ നടക്കാണ്ട് നമുക്ക് നടത്താത് കേട്ടോ. ഓക്കെ. തന്നെ മാസം 1700 അല്ലേ? നമുക്ക് ഗുളികയില്ലാതെ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ കൊണ്ട് മാറ്റാൻ കഴിയുമെങ്കിൽ നമുക്ക് ശ്രമിച്ചുകൂടെ? പറ്റില്ല അല്ലേ? ശരി, ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. ഒരു സാറുണ്ട് ഈ പച്ചക്കറികൾ കൊണ്ട് ഈ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറ്റുന്ന സാറുണ്ട്. ഞാൻ ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷം. ഞാനിപ്പോ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ മേള നടക്കുന്നെന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. പേര് പറഞ്ഞില്ലല്ലോ? രാജേഷ്. ചേച്ചിയുടെയോ?
സുനിത അല്ലേ? അപ്പൊ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ഞാൻ വരാം. ഓ, താങ്ക് യു. അപ്പോൾ ഇത് പീച്ചി ഡാം. ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ 2 കുഞ്ഞുങ്ങൾ ഒരു കല്യാൺ സിൽക്കിൻ്റെ ഒരു പരസ്യം തന്നു. കല്യാൺ സിൽക്ക് അവരിപ്പോൾ ഓഫർ വെച്ചിടുന്ന പറഞ്ഞു കേട്ടു. 10,000 രൂപയ്ക്ക് ടിക്കറ്റ്. ഇത് തുണി എടുക്കുകയാണെങ്കിൽ എന്തോ ഒരു ഓഫറുണ്ട്. അപ്പോൾ ഓണം ഓഫറാണത്. അപ്പോൾ ഇതിൻ്റെ പരസ്യമായിട്ട് ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നു ഞാനിത് പരസ്യം ചെയ്യും. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഇദ്ദേഹത്തിന് കൈമാറുകയാണ്. കൊടുക്കമേ. അപ്പോൾ പരസ്യം ഇവിടെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അപ്പോൾ താങ്കളും കുടുംബവും ഫ്രണ്ടുകളും കേട്ടോ അവിടെ കല്യാൺ സിൽക്ക് ഹൗസിൽ പോയി സാധനങ്ങൾ വാങ്ങണം കേട്ടോ. ഓക്കെ, ബൈ. ടിക്കറ്റ് കവാടത്തിൽ കൊടുക്കണം. ചേട്ടായി 2 പേര് ഈ സീനിയർ 2 സീനിയർ സിറ്റിസൺ ആണ് കേട്ടോ. അയ്യോ, അത് പറഞ്ഞില്ല. സാറില്ല, പോട്ടെ, ഇന്നത്തെ അങ്ങ് പോട്ടെ. വാ. അപ്പോൾ കവാടത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം അലർജിയാണ് ഇപ്പോൾ. വെള്ളം കുടിക്കുന്നില്ലേ? ബീച്ച് വെള്ളം അവിടെ വരുമല്ലോ, ഇരുമ്പാലത്തിനോട് വരുമല്ലോ. പിന്നെ എന്താ കുഴപ്പം? അപ്പോൾ ഇങ്ങനെ 4 മണി ആയിക്കൊണ്ടിരിക്കുകയാണ് സമയം, വൈകുന്നേരം. അവിടെ അമ്മ ഇങ്ങനെ ആസ്വദിച്ച് വരിക കേട്ടോ. എല്ലാവരും കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ പീച്ചി ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കല്യാൺ സിൽക്ക് ഹൗസിൻ്റെ കുറച്ച് പരസ്യമാണ്. പരസ്യത്തിൽ ഞാനിത് എയർപോർട്ടിൽ പോയപ്പോൾ അവിടെ കുറേ കല്യാൺ സിൽക്ക് ഹൗസ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു ഞാനത് നിങ്ങൾക്ക് വേണ്ടി പരസ്യം ചെയ്തേക്കാണ്. അപ്പോൾ ഇതാണ് കല്യാൺ സിൽക്ക് ഹൗസിൻ്റെ പരസ്യമാണ്. ഓരോ കൂപ്പണുകളുണ്ട് കേട്ടോ. കൂപ്പണുകളുണ്ട്. ഈ കൂപ്പണുകളോട് ചെല്ലുകയാണെങ്കിൽ അവിടെ എന്തോ റിഡക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഇത് കൊടുക്കാൻ പോകണം. അമ്മേ, ഇതെല്ലാവർക്കും കൊടുത്തു. അപ്പോൾ കല്യാൺ സിൽക്ക് ഹൗസിൻ്റെ ഇത് അമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തോ, എല്ലാവരും കൊടുത്തോ. എല്ലാവരും കൊടുത്തു. അവരെല്ലാവരും പോയി സാരി മേടിക്കട്ടെ. അപ്പോൾ കൊടുക്കുക. അത് മതി, 3 എണ്ണം മതി. എല്ലാവരും പങ്കുവെച്ചെടുത്തോണം കേട്ടോ. അത് അമ്മയ്ക്ക് വെച്ചോ, അത് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, അങ്ങനെ ആ പരസ്യം ഞാൻ നിറവേറ്റിയിരിക്കുന്ന മക്കളെ നിങ്ങൾ കാണണം കേട്ടോ. ഓക്കെ. അപ്പോൾ പീച്ചി ഡാമിൽ നിന്ന് ആളുകളെല്ലാം ഡാം കണ്ടതിന് ശേഷം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്ഷീണിതരാണ് ആളുകളെല്ലാം. കറങ്ങി കണ്ടതിന് ക്ഷീണമായിരിക്കാം. വിശ്രമിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ ഡാമിൻ്റെ എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പീച്ചി ഡാമിൻ്റെ വാട്ടർ ക്യാച്ചിങ് ഏരിയ. ഫ്ലോട്ടിംഗ് പമ്പുകളും ഡാമിൽ അധികം വെള്ളം തുറന്നു വിട്ടിട്ടില്ല. കുറച്ച് പൊക്കിയിട്ടുണ്ട് തോന്നുന്നു കേട്ടല്ലേ. ഇല്ല, ആളുകളൊക്കെ അവിടെ കാഴ്ചകൾ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. വെള്ളം ഒഴുകി പോകുന്ന കാഴ്ചയാണിത് കാണുന്നത്. ഇപ്പോൾ പീച്ചി ഡാമിൽ കൊട്ടവഞ്ചി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കൊട്ടവഞ്ചിയാണെന്ന് തോന്നുന്നു ദേ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കൊട്ടവഞ്ചി ഉണ്ട് അല്ലേ. അത് ദൂരെയാണ്, അതുകൊണ്ടാണ് ക്ലിയർ ആകാത്തത്. 2 കൊട്ടവഞ്ചിയിൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന ഫ്ലോട്ടിംഗ് പമ്പാണ്. അത് വെള്ളം പമ്പ് ചെയ്യുന്നതാണ്. അത് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ വെള്ളം താഴുന്നതിനനുസരിച്ച് ഇത് താഴും, വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് പൊങ്ങും. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. പുട്ടുവാല് താഴ്ത്തു കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതിൻ്റെ കൃത്യമായ രീതിയിൽ അത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇനി കുറേ കൂടെ പോയുണ്ട്. അപ്പോൾ ഞങ്ങൾ സമയം കഴിഞ്ഞു, ക്ഷീണിതരായി, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇതാണ് ഡാമിൻ്റെ വിദൂര കാഴ്ചകൾ കേട്ടോ. നടക്കും.
വെള്ളം ചീറ്റി പോകുന്നത്. അതപ്പഴേ ഇതാണ് പീച്ച് ഡാമിൻ്റെ അവിടെ നിന്നുള്ള ദൂരക്കാഴ്ചകൾ. വളരെ മനോഹരമായ വനാന്തരങ്ങളും എല്ലാം ഉണ്ട്. ആ വനാന്തരത്തിൽ മൃഗങ്ങളുണ്ട്. താഴേന്ന് ഉള്ള റോഡുണ്ട്. വാട്ടർ പമ്പിങ് ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് കാഴ്ചകൾ. ഓക്കേ, അപ്പോൾ ഞങ്ങള് പീച്ചി ഡാം എല്ലാം കണ്ട് വരുന്ന വഴിക്ക് വെലങ്ങന്നൂർ ഒരു ഓണാഘോഷ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കാണാം. ഓണാഘോഷ പരിപാടിയുടെ ലാസ്റ്റ് മൂവ്മെന്റ് ആണ്, വടംവലിയാണ്. അത് കണ്ടിട്ട് പോവാം. ഓക്കെ, മത്സരത്തില് വിജയികളായുള്ള നമ്മളുടെ രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ സമീപത്തേക്ക് എത്തിച്ചേരണം. സമ്മാനം നൽകുന്നതിന് വേണ്ടി ചാക്കോ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഡോക്ടർ മോൻസി, ജോയ് മാമൂട്ടിൽ, പൊങ്ങണമൂല മനോഹരേട്ടൻ, SBIയുടെ അസിസ്റ്റന്റ് മാനേജർ ശ്രീകുമാർ സാർ, പഞ്ചായത്ത് മെമ്പർ ബാബു തോമസ് എന്നിവർ ദയവായി നമ്മുടെ കൗണ്ടറിലേക്ക് എത്തിച്ചേരണമെന്ന്. സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് SBI പീച്ചി, ജോയ് മാമൂട്ടിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീച്ചി യൂണിറ്റ്, മരിയ സ്റ്റോഴ്സ് വിലങ്ങന്നൂർ, ഡോക്ടർ അബർനാസ് ഹോമിയോ ക്ലിനിക് വിലങ്ങന്നൂർ, മനോഹരൻ പൊങ്ങണാമൂല, എലൈറ്റ് മെഡിക്കൽസ് വിലങ്ങന്നൂർ, കൊച്ചുമോൻ സ്റ്റോഴ്സ് വിലങ്ങന്നൂർ, ജേക്കബ് മേലിൽ പുതുപ്പറമ്പിൽ. ഓണോത്സവം 2025 മുഖ്യ സ്പോൺസർ ചാക്കോ മെമ്മോറിയൽ ഹോസ്പിറ്റൽ വിലങ്ങന്നൂർ. സമ്മാനദാനം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നമ്മുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ഡോക്ടർ മോൻസി ചാക്കോ കലാ കായിക കൗതുക മത്സരങ്ങളിലും പങ്കെടുക്കുകയും വിജയികളാവുകയും ചെയ്ത എല്ലാവരോടും കൈരളിക്കുള്ള അഭിനന്ദനവും മത്സരത്തിൽ പങ്കെടുത്തവരുള്ള നന്ദിയും അറിയിക്കുന്നു. കാണികൾ മാറി നിന്ന് സഹകരിക്കുക. കാണികൾ മാറി നിന്ന് സഹകരിക്കുക. ദയവേത് കാണികൾ മാറി നിന്ന് സഹകരിക്കുക. മത്സരം ആരംഭിക്കുകയാണ്. മത്സരം ആവേശകരമായ മത്സരം. കമ്പക്കയറിൽ കൊണ്ടുപോർക്കുന്ന പ്രാദേശിക മത്സരം. രാജാവാര്? ഒറ്റ ഉത്തരം പള്ളിക്കുന്ന് ടീം. എതിരില്ലാത്ത 2 സെറ്റിൽ വിജയം. 2 സെറ്റുകൾ തുടർച്ചയായി നേടി പള്ളിക്കുന്ന് ടീം 1ാം സമ്മാനം നേടുന്നു. ഒട്ടും വിട്ടുകൊടുക്കാത്ത പോരാട്ടവുമായി 2ാം സ്ഥാനത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടീം. ഇന്ന് ഇവിടെ നടത്തപ്പെട്ട മത്സരങ്ങളുടെ സമ്മാനദാനം നിർവഹിക്കപ്പെടുകയാണ്. ആരും പോകരുതെന്ന് ഓർപ്പിക്കുന്നു. ഇത് ഇന്ന് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു പ്രോത്സാഹനമാണ്. ദയവ് ചെയ്ത് ആരും പോകരുത്. മത്സരങ്ങൾ കഴിഞ്ഞു, എന്നാൽ സമ്മാനദാനം നിർവഹിക്കപ്പെടുകയാണ്. മത്സരത്തിൽ സമ്മാനങ്ങൾ ലഭിച്ചവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മളുടെ ട്രോഫികൾ വെച്ചിരിക്കുന്ന വേദിയുടെ അടുത്തേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. കണ്ണാറ ടീമിന്റെ ക്യാപ്റ്റന് സമ്മാനം ഏറ്റുവാങ്ങുന്നു. വാങ്ങുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ശ്രമിക്കുന്നു. 3ാം സമ്മാനം സമ്മാനം ശകുന്തള ഉണ്ണികൃഷ്ണനും. പ്രോത്സാഹന സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി ജോയ്സി സാബുചേട്ടൻ സമ്മാനം നൽകുന്നു. അടുത്തത് വടംവലി മത്സരം. വനിതകളുടെ 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് വിലങ്ങന്നൂർ ടീമാണ്. ടീമിന്റെ ക്യാപ്റ്റനെയും ടീം അംഗങ്ങളെ ക്ഷണിക്കുന്നു.
എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. രണ്ടാം സമ്മാനം 2000 രൂപയും ട്രോഫിയും നൽകുന്നു. അടുത്തതായി ഒന്നാം സമ്മാനം ഏറ്റുവാങ്ങുന്നത് ചാക്കോ മെമ്മോറിയൽ ഹോസ്പിറ്റല് വനിതാ വിഭാഗം. ഒന്നാം സമ്മാനം നൽകുന്നതിന് വേണ്ടി ജോയ് ചേട്ടൻ മാമ്മൂട്ടിൽ ജോയ് മാമ്മൂട്ടിൽ നൽകുന്നു. ചാക്കോ മെമ്മോറിയൽ ഹോസ്പിറ്റലിന് വേണ്ടി ടീം അംഗങ്ങൾ പോയി ട്രോഫി ഏറ്റുവാങ്ങുന്നു. ക്യാഷ് അവാർഡ് വാങ്ങുന്നു. അടുത്തത് വടംവലി മത്സരത്തിന്റെ മൂന്നാം സമ്മാനമാണ്. മൂന്നാം സമ്മാനം നേടിയത് സമ്മാനം റോബിൻ നൽകുന്നു. രണ്ടാം സമ്മാനം ഏറ്റുവാങ്ങിയത് പീച്ചി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി പീച്ചി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് സജി വെള്ളമുണ്ടെങ്കിനെ ക്ഷണിക്കുന്നു സമ്മാനം നൽകാൻ വേണ്ടി. ടീം കടന്നില്ലേ? എല്ലാവരും കൈയടിച്ചേ. വാങ്ങിയവരും വാങ്ങാനുള്ളവരും കൈയടിക്കേ. സുനിൽ സമ്മാനം നൽകുന്നു. വ്യാപാരി വ്യവസായിയുടെ ട്രോഫി സജി വെള്ളമണ്ണിക്കിന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങുന്നു. 2000 രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുന്നു. ട്രോഫി ഒന്നാം സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പള്ളിക്കുന്ന് ടീമിനെ ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനം നൽകുന്നതിന് വേണ്ടി ബാങ്കിന്റെ ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ ശ്രീകുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ട്രോഫി പള്ളിക്കുന്ന് ടീമിന് വേണ്ടി നമ്മളുടെ സംഘാടക സമിതിയുടെ ചെയർമാനും കൺവീനറും ഭാരവാഹികളും പഞ്ചായത്ത് മെമ്പർ ബാബു തോമസ് അടക്കമുള്ള ആളുകൾ ചേർന്ന് ട്രോഫി നൽകുന്നു. എല്ലാവരും കൈയടിക്കട്ടെ. ഒന്നാം സമ്മാനം വാങ്ങിയവരാണ്. ഒന്ന് കൈയടിക്കുക. ഒന്നാം സമ്മാനം ക്യാഷ് അവാർഡ് ശ്രീകുമാർ സാർ SBIയുടെ. ഷൂട്ടൌട്ട് മത്സരത്തിന്റെ ട്രോഫി ചെയർമാൻ ശകുന്തള ഉണ്ണികൃഷ്ണൻ ജ്യോതിക്ക് നൽകുന്നു. ആവേശകരമായ ഈ മത്സരങ്ങളിൽ പങ്കെടുത്തവരും ആസ്വദിച്ചവരുമായ എല്ലാവർക്കും കൈരളി വായനശാലയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.